ശരിക്കും നമ്മളെ ബിസിനസ്സിൽ നമുക്ക് നല്ല പണം സമ്പാദിക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന്, നമുക്ക് മേക്കിംഗ് മണി. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും ക്വാളിറ്റിയുള്ള സർവീസും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്കത് നല്ല രീതിയിൽ ഒരു സെയിൽസ് ടീമിനെ വെച്ചുകൊണ്ട് നല്ല പോലെ സെയിൽ നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റുന്നു. അവിടെ നിങ്ങൾക്കൊരു പ്രോപ്പർ ഡെലിവറി സിസ്റ്റം ഉണ്ട്. കസ്റ്റമറെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർ സിസ്റ്റം അവിടെയുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓൾ ഓവർ ആക്ടിവിറ്റീസിന് ഒരു പ്രോപ്പർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ പണം സമ്പാദിക്കാൻ പറ്റും. ധാരാളം സെയിൽ ക്ലോസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നല്ലപോലെ സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ ധാരാളം പണം സമ്പാദിക്കാൻ പറ്റും. ഇങ്ങനെ സമ്പാദിക്കുന്ന വഴിയാണ് മേക്കിംഗ് മണി. സൈക്കോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ അത് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് വലിയ മടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മേക്കിംഗ് മണിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും റിച്ച് ആയിരിക്കും. പക്ഷേ ഈ റിച്ച് മാൻ്റെ ഒരു പ്രത്യേകത, ഇയാൾ എപ്പോഴും പൊട്ടിപ്പോകും. സോ മേക്കിംഗ് മണി കോൺസെൻട്രേറ്റ് ചെയ്യൽ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പണം ഉണ്ടാക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ട ഏറ്റവും വലിയ പണം ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് ആണ്. മേക്കിംഗ് മണിയിലൂടെ നിങ്ങൾ നേടിയ ക്യാഷ് നിങ്ങൾ അത് ബണ്ടിലാക്കി അത് നല്ല രീതിയിൽ സേവ് ചെയ്തിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. റൈറ്റ് കൺസൾട്ടന്റിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും അതിലൂടെ കിട്ടുന്ന 4 കാര്യം: ഒന്ന്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും സേഫ് ആയിരിക്കും. 2, നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ നിങ്ങൾക്ക് റിട്ടേൺസ് ലഭിക്കുന്നുണ്ടാവും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ROI നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. 3-ാമത്തെ കാര്യം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ ഹൈ റിട്ടേൺസ് ലഭിക്കും. 4, നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഫാസ്റ്റ് റിട്ടേൺസ് ലഭിക്കും. ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നിങ്ങളിലേക്ക് വന്ന ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് നിങ്ങൾ ക്യാഷായി വന്നാൽ അത് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ മേക്കിംഗ് മണി സ്പെൻഡ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മൈൻഡ് അതിന് അനുവദിക്കില്ല. ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ടാണ് നിങ്ങൾ ആ ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തുനിയുക. ഇതൊരു സൈക്കോളജിയാണ് ആക്ച്വലി. അതുകൊണ്ട് ഒരേ സമയം മേക്കിംഗ് മണിയിലൂടെയും പണം ഉണ്ടാക്കണം, ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസിലൂടെയും പണം ഉണ്ടാക്കണം. ഇത് രണ്ടും ഉണ്ടാക്കുന്നവരാണ് എപ്പോഴും ഒരു വെൽത്തി പേഴ്സണായിട്ട് മാറുന്നുള്ളൂ. സോ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾക്കും ബിൽഡ് ചെയ്താൽ നിങ്ങളും ഒരു ഹെൽത്തി പേഴ്സണായിട്ട് മാറുന്നുണ്ടാവും.